ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഈ കോവിലവും കൊമ്പത്ത് കൊട്ടാരൊന്നും പിടിക്കില്ല. അങ്ങനെയൊന്നും പറയരുത്. ഇത് നിന്റെ മകന്റെ ഭാര്യയുടെ കോവിലകമാണ്. ആ മരുമകളെ ഞാൻ എന്റെ മകന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ ഈ വീട് അംഗീകരിക്കാൻ? അതല്ല മാഡം, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? എവിടെ കഴിഞ്ഞു? പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. അതിഥികളെല്ലാം പുറത്താ. ഇതിനകത്തിപ്പോ നമ്മള് കുടുംബാംഗങ്ങൾ മാത്രാ. അയ്യോ, പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെല്ലാം കുടുംബാംഗങ്ങളാണെന്ന്. ഞാനും പ്രതാപനും വേണുവും രാജുവും രാധമ്മയും അമ്മിണിയമ്മയും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ കുടുംബം. ഇങ്ങനെയുള്ളൊരു കുടുംബം എന്റെ ഭർത്താവിന്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചത് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ. അതായത് സൂര്യമംഗലം കോവിലകത്തിന്റെ സ്വത്തുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇവിടെ മാത്രല്ല എന്റെ കോവിലകത്തിന്റെ സ്വത്തുള്ളത്. അങ്ങ് കൊച്ചി മുതല് അതങ്ങ് പരന്നു കിടക്കുക. ദൈവമേ, ഒന്ന് രണ്ട് കൊട്ടാരം എനിക്ക് എഴുതി തന്നിരുന്നെങ്കിൽ. ഭർത്താവിന്റെ എന്റെ സ്വത്തുക്കള് ഇപ്പൊ എന്റെ പേരിൽ മാത്രമാ. വളരെ കുറച്ച് മാത്രം എന്റെ മകളുടെ പേരിൽ. ഈ സ്വത്തുക്കളെല്ലാം എന്റെ മരുമകനായ പ്രതാപന്റെ പേരിലേക്ക് ഞാൻ കൈമാറാൻ പോവാ. അത് വേണ്ടമ്മേ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ആവശ്യത്തിലേറെ സ്വത്തുക്കള് ഈ കോവിലത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന സ്വത്തുക്കള് മരുമകനായ എനിക്ക് തരുന്നതിന് പകരം എന്റെ മരുമകനായ രാജുവിന് കൊടുക്കണമെന്നാ എന്റെ അപേക്ഷ. അല്ല, ഞാനത് പ്രതാപന് തന്നാലും പ്രതാപൻ അത് ഭാവിയില് മകൾക്കും മരുമകനും തന്നെ കൊടുക്കുമല്ലോ. ഏയ്, എനിക്ക് സ്വത്തൊന്നും വേണ്ട. അതിന് ഞാനൊരു അർഹനുമല്ല. നിനക്കും ഋതുമോൾക്കും മാത്രമാണ് അതിനുള്ള അർഹത. എന്റെ പൊന്ന് വർമ്മ സാറേ, ഈ സ്വത്തുക്കൾ എന്നൊക്കെ പറഞ്ഞ വലിയ തലവേദനയാ. എനിക്കതൊന്നും വേണ്ട. രാജു തർക്കിക്കൊന്നും വേണ്ട. എന്തു വേണമെന്നും എങ്ങനെ വേണമെന്നും അമ്മയ്ക്കറിയാം. അത് അമ്മ തീരുമാനിച്ചോളൂ. സാറേ, അപ്പോ അതങ്ങനെ തന്നെ. മറ്റു കാര്യങ്ങൾ പറയുന്നേ. മറ്റു കാര്യങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ആർക്കും അവരവരുടെ വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കരുത്. ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ താമസിക്കണം. ഈ സൂര്യമംഗലം തറവാട്ടിൽ. കുറുപ്പേ, റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഉണ്ട് വേണം. എന്നാ ഓരോരുത്തർക്കും അവരവരുടെ മുറികൾ കാണിച്ചു കൊടുക്കും. ഒരു വിശ്രമത്തിന് ശേഷം നമുക്ക് വീണ്ടും കൂടാം.
നീ ഇവിടെ വന്നിരിക്കണ എടാ ഇങ്ങോട്ട് പാടാ വെള്ളത്തിലാണ് അടിക്കരുത്. എന്നെ പറ്റിക്കാൻ നോക്കിയ നിന്റെ അന്ത്യകൂതാശയും ശവസംസ്കാരവും ഞാൻ ഒരുമിച്ച് നടന്നു. കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അവനൊരു നല്ല പുള്ളി ഇല്ല പുള്ള. നിങ്ങൾ ഉരുണ്ടുരുണ്ട് പോകാതെ കാര്യം എന്ന് വെച്ചാ പറ. ഞാൻ ആ ലാപ്ടോപ്പ് മാനേജറെ വിളിച്ചു. അവരെ വിളിച്ചോ? എന്തിന്? ചുമ്മാ ഒരു തമാശക്ക്. അപ്പൊ അവര് പറഞ്ഞ് ഈ ആര്യാദേവി അറിയാതെ എന്റെ പൊന്നുമോന് അവരൊരു 10 ലക്ഷം രൂപ തന്നെന്ന്. നിങ്ങൾ എന്തിനാ തള്ളേ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ആഹാ എടാ, എനിക്ക് ആവശ്യമുള്ള പണി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു നാഴി മറ്റൊരു നാഴികത്ത് കടക്കത്തില്ല. പിന്നെ ഒരു ചേഞ്ച് എക്സാമ്പിള് ഇപ്പൊ നാഴി എവിടെ ഇരിക്കുന്നു? നിങ്ങൾക്ക് എങ്ങനെ അവരെ നമ്പർ കിട്ടി? നിങ്ങൾ എങ്ങനെ അവരെ വിളിച്ചു? അത് അന്നേ അവരുടെ വിസിറ്റിംഗ് കാർഡ് ഞാൻ അടിച്ചു മാറ്റി. കാരണം നീ വേലപണിയുടെ മേശരിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാശടാ, 10 ലക്ഷത്തിൽ എന്റെ ഷെയർ അതിപ്പ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വർമ്മ സാറിനോട് പറയും. നീ പോലീസ് ജീപ്പിൽ കയറി ലോക്കപ്പിലേക്ക് പോകും. ഒരു മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ പോലെ ആണെങ്കിലും ഞാൻ നിങ്ങളുടെ മോനല്ലേ. എന്റെ ഷെയർ എടുക്കട. കാശ് വീട്ടിലായിരിക്കുന്നത്. അവിടെ ചെന്ന് ഉടനെ ഞാൻ എടുത്ത് തരാം. അവിടെ ചെല്ലുമ്പം ഞഞ്ഞാവിഞ്ഞ പറഞ്ഞ നീ എന്നേക്കും അകത്താവും. തന്തേ തുള്ളിച്ചതുപോലെ നിന്നെ ഞാൻ തുള്ളിക്കും. എനിക്ക് വീട്ടിൽ പോണം. പോയേ പറ്റൂ. എന്താ രാധേ ഇത്? ആ, സരസ്വതി മാഡം പറഞ്ഞതല്ലേ, ഇന്നിവിടെ നിൽക്ക്, നമുക്ക് നാളെ പോവാം. എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഈ കോവിലവും കൊമ്പത്തെ കൊട്ടാരൊന്നും പിടിക്കില്ല. അങ്ങനെയൊന്നും പറയരുത്. ഇത് നിന്റെ മകന്റെ ഭാര്യയുടെ കോവിലകമാണ്. ആ മരുമകളെ ഞാൻ എന്റെ മകന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ ഈ വീട് അംഗീകരിക്കാൻ?